ഇന്ന് സഭയിൽ അരങ്ങേറിയത് വലിയ നാടകീയ രംഗങ്ങളായിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ നിയമസഭയിൽ ഉന്നയിക്കുക എന്നുള്ളത് അത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറേഖ് തെങ്ങമ്പള്ളിയാണ്. നമസ്കാരം. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ്. വിഷയം മറ്റൊന്നുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ആക്ഷേപിക്കുന്നത് എന്തൊരു അക്രമമാണ് പ്രതിപക്ഷം കാണിക്കുന്നത് എന്നാണ്. അപ്പോൾ അക്രമം കാണിക്കാത്ത, നിയമസഭയിൽ അച്ചടക്കം മാത്രം പാലിക്കുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഇപ്പൊ നോക്കൂ, ഈ നിയമസഭയ്ക്കുള്ളിലെ സമരങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സമരങ്ങൾ അക്രമാസക്തമാണ് എന്ന് പറയുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും രസകരം കാര്യം. അക്രമാസക്തമായ സമരങ്ങൾ കണ്ടുപിടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അത് ഇടത് നേതാക്കളാണ്. പ്രത്യേകിച്ച് നിയമസഭയ്ക്കുള്ളിൽ സ്വന്തം ഉടുമുണ്ട് പൊക്കി അടിവസ്ത്രമടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് സമരം ചെയ്ത ആരായിരുന്നു? അത് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാണ്. മാത്രമല്ല, അദ്ദേഹം എന്തിനാണ് സമരം ചെയ്തത്? അദ്ദേഹം ബാർക്കോഴ കേസിലാണ് സമരം ചെയ്തത്. ആ ബാർക്കോഴ കേസിൽ ആർക്കെതിരെയാണ് സമരം ചെയ്തത്? അത് കെ എം മാണി സാറിനെതിരാണ്. ആ കെ എം മാണി സാറിന്റെ പാർട്ടിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഈ വി ശിവൻകുട്ടി ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്നതാണ് ബഹുകേമം. അപ്പൊ അതാണ് ഇവരുടെ നിലപാടിന്റെ ഒരു തെളിമ. നിലപാടുകളിൽ നിന്ന് മാറാത്ത ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ ആ നിലപാടുകളുടെ ഒരു സസ്റ്റൈനബിലിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതാണ്. അവർ ഈ നിലപാട് മാറ്റുന്നതിൽ വലിയ ബുദ്ധിമുട്ടുള്ളവരൊന്നുമല്ല. കാര്യം, പണ്ട് സഹാവ് കുഞ്ഞാലിയെ കൊന്നത് ആര്യാടനാണ് എന്ന് വിളിച്ചു പറഞ്ഞു നടന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്യാടന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവരാണ് ഇവർ. അപ്പോൾ കെ മാണി സാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക, അത് നിയമസഭയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് അക്രമാസക്തവും ആഭാസവുമായ സമരം നടത്തി, ആഭാസ സമരം എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമരം നടത്തിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പാർട്ടി, കെ മാണി സാറിന്റെ പാർട്ടി ഇടതുമുന്നണിയിലേക്ക് ചെല്ലുമ്പോൾ അവരെ കൂട്ടി ഭരണം പിടിച്ചിട്ട്, അവരെ കൂട്ടി അവരുടെ കൂടി വോട്ടും സീറ്റും പിടിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി അല്ലെങ്കിൽ വീണ ജോർജ് അടക്കമുള്ളവർ പറയാണ് ഞങ്ങൾ നടത്തുന്ന ആഭാസ സമരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന അക്രമ സമരമാണ് എന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപായിരുന്നു നിയമസഭയിൽ വലിയ അക്രമ പരിപാടികൾ അരങ്ങേറിയത്. നമ്മൾ കണ്ടിരുന്നു, ഒരു MLA മറ്റൊരു MLA കടിക്കുന്നു, ഒരു MLA ഒരു ഡയസിൽ കയറി നിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ട്രോളായും മീമായും ഒക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ വിഷ്വൽസ് ആയിരുന്നു ഈ കമ്പ്യൂട്ടർ എടുത്ത് എറിയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഇതൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാം തന്നെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരുന്നു. നോക്കൂ, സ്വാഭാവികമായി ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യൻ ആത്മാഭിമാനമാണ് എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഒരു കൊള്ള നടന്നു എന്ന വാർത്ത വെളിയിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് SITയുടെ, സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഉദ്യോഗസ്ഥരാണ് SIT ഹാൻഡ് പിക്ക് ചെയ്തത് ഹൈക്കോടതിയാണ് എന്നൊക്കെ പറയുമ്പോഴും അവരെ ഹാൻഡ് കഫ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ സാധ്യതകളുമുള്ള സംസ്ഥാന സർക്കാരിനാണ്. ആ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള SIT കുറ്റപത്രം നൽകുന്നതിൽ വൈകി എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പ്രധാനപ്പെട്ട കൊള്ളക്കാർ, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൊള്ളക്കാർ വെളിയിലിറങ്ങി വരുന്നു എന്ന വാർത്ത വെളിയിൽ വരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യേണ്ട, നിങ്ങൾ കമാൻഡ് അക്ഷരം മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോൾ SITയുടെ അന്വേഷണം വളരെ മന്ദഗതിയിൽ പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വാഭാവിക ജാമ്യം പല പ്രതികൾക്കും ലഭിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം വെറുതെ പ്രതിപക്ഷത്തിന്റെ വെറും പ്രതിഷേധ പരിപാടികൾ മാത്രമായി കണക്കാക്കുകയും അതുപോലെ തന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിയിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് N വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്, N വാസുവാണ് പത്മകുമാറിനെ ചൂണ്ടിക്കാണിക്കുന്നത്, പത്മകുമാറാണ് കടകംപള്ളിയെയും N വിജയകുമാറിനെയും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിയിൽ ഇറങ്ങി വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ ബിഗ് ഗൺസ്, ഈ വലിയ മീനുകൾ ചിലപ്പോൾ സെറ്റിൽമെന്റ് നടത്തും. ഇനി ഞങ്ങളുടെ പേര് പറയരുത്, ഇനി അടുത്ത മൊഴി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണവുമായി ഇനി സഹകരിക്കുമ്പോൾ ഞങ്ങളുടെ പേരുകൾ പറയരുത് എന്ന് പറഞ്ഞാൽ കടകംപള്ളി അടക്കമുള്ള രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് ചോദ്യം ചെയ്തതെന്ന് SITക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അത് സാക്ഷിയായിട്ടാണോ, പ്രതിയായിട്ടാണോ, സംശയത്തിന്റെ നിഴലിലാണോ, എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. എന്നാൽ അടൂർ പ്രകാശ്, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് CPM നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയേ ഇല്ല എന്ന കൃത്യമായ നിലപാട് പറയേണ്ട SIT അത് പറയുന്നുമില്ല. ഈ പറയുന്ന CPM നേതാക്കൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള
അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് SIT എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും SIT വൈകുന്നതിൻ്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാലുള്ള പ്രശ്നം, ഇപ്പോൾ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടും എന്നുള്ളതാണ് BRS നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ചിലപ്പോൾ ബെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്, അദ്ദേഹവും വെളിയിൽ വരും. പിന്നീട് വിൻവാസോ കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറ്റപത്രം നൽകാൻ വൈകുന്നത് FIR കോഷ് ചെയ്യാനുള്ള ബേസായി മാറും. FIR കോഷ് ചെയ്യാൻ ബേസാകുക എന്ന് പറഞ്ഞാൽ ആ കേസ് തന്നെ ഇല്ലാതാവാനുള്ള സാഹചര്യം ഉണ്ടാകും. ആ കേസ് തന്നെ ഇല്ലാതാവാനുള്ള സാഹചര്യം ഈ FIR കുറ്റപത്രം ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകുന്നതിൻ്റെ പേരിൽ ഉണ്ടായാൽ ഈ ശബരിമല കേസ് തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ശബരിമല കേസ് തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള SIT നടത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട സംശയമാണ്. ഇനി SITയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദമാണെന്നും അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നും ഞങ്ങൾ എത്രയോ കാലങ്ങളായി പറയുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതകളുണ്ട്, ആ സാധ്യതയുണ്ട് എന്നത് പരിശോധിക്കപ്പെടണം. അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് വായടപ്പിക്കാനുള്ള ശ്രമം ഭരണപക്ഷത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി നിങ്ങൾ സംസാരിക്കരുത്, എല്ലാവരും മറന്നു പോകണമെന്നൊരു നറേറ്റീവ് അവർ കുത്തിത്തിരികാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ സമരം നടത്തുമ്പോൾ അതിന് ഈ രീതി വേണം, ആ രീതി വേണം, അത് ഗാന്ധിയൻ മാർഗത്തിൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ആ സ്റ്റഡി ക്ലാസ് തൽക്കാലം വീണ ജോർജ്, AKG സെന്ററിലുള്ള V ശിവൻകുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വീണ ജോർജ് V ശിവൻകുട്ടിയും കൊണ്ട് ഒരു പുസ്തകം ഇറക്കാൻ നന്നാവും. സമരം ചെയ്യേണ്ട മാർഗങ്ങൾ, സമാധാനപൂർവ്വമായി സമരം എങ്ങനെ ചെയ്യാൻ 101 വഴികൾ. ആമുഖം V ശിവൻകുട്ടി അല്ലെങ്കിൽ SFI നേതാക്കൾ, ഇവരൊക്കെ DYFI നേതാക്കളൊക്കെ കൊണ്ട് ആമുഖമൊക്കെ എഴുതിപ്പിച്ച് സമാധാനപൂർവകമായി സമരം നടത്താനുള്ള 101 വഴികൾ എന്ന പുസ്തകം വെളിയിലിറക്കിയാൽ അത് മേടിച്ച് ഞങ്ങൾ വായിക്കാം. എന്നിട്ട് ശിവൻകുട്ടി സഖാവൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമുള്ള സമാധാനപൂർവമായ സമരങ്ങളിലേക്ക് പോകാം. മുൻകാല അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം അടക്കമുള്ളവർ പറഞ്ഞു തന്നാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം, എന്നാണ് നിലപാട്. അതെ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഭരണപക്ഷത്തിനെ സംബന്ധിച്ച് ഈ വരുന്ന സർക്കാരിന്റെ കാലയളവ് കഴിയുന്നതോടുകൂടി പൂർത്തിയാക്കണം, അതിനെ അടഞ്ഞ അധ്യായമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ അടുത്ത UDF ഭരണകാലത്ത് അത് UDFന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള വലിയ ശ്രമങ്ങളും ക്യാപ്സ്യൂളുകളും ക്യാമ്പയിനുകളും നടക്കുമായിരിക്കാം. പക്ഷെ ജനത്തിനറിയേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ പോലും നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകരും ഇതുപോലുള്ള കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനവും ചോദിക്കും, ശബരിമലയിലുള്ള സ്വർണം എവിടെ പോയി, എന്തു ചെയ്തു, ആര് കൊണ്ടുപോയി, ഇതിനൊക്കെ ആരാണ് മൗന ഉത്തരം കൊടുത്തത്, മൗന അനുവാദം കൊടുത്തത് എന്നീ ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വായടപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3.5 മാസമായി നടക്കുന്ന അന്വേഷണത്തിൽ എവിടെ എത്തി എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് കോടതിയെ ലക്ഷ്യമാണെന്ന് പറഞ്ഞ് വായടപ്പിക്കാൻ ഒരിക്കലും സാധിക്കുന്ന കാര്യവുമല്ല. എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്, നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മന്ദഗതിയിലുള്ള ഈ അന്വേഷണം കുറച്ചുകൂടി ദ്രുതഗതിയിലാക്കേണ്ട ആവശ്യമുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായി തന്നെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഇതിൽ കൃത്യമായ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർക്കാരും ഇതിൽ കൃത്യമായ സ്വാധീനം ചെലുത്തണം. അന്വേഷണം വൈകിപ്പിക്കാനല്ല, പക്ഷെ അന്വേഷണം ദ്രുതഗതിയിൽ നടക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിന് 2019 കാലയളവിൽ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിന്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ഇതൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അതും തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ. അത് തെളിയിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പുറത്തു വന്നാൽ ഉറപ്പായും ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിന് ഇത് ഒരു നല്ലൊരു കാര്യമായി തന്നെ കണക്കാക്കണം. അപ്പോൾ അവർ ഇത് വൈകിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനടക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ പോകേണ്ട അവസ്ഥയും ഇപ്പോൾ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരാൻ പാടില്ല, മുരാരി ബാബു പുറത്തു വരാൻ പാടില്ലായിരുന്നു, അതുപോലെ തന്നെ A പത്മകുമാർ തുടങ്ങി ആരും പുറത്തു വരാൻ പാടില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയും അത് തന്നെയാണ്. ഇവരാരും കുറ്റത്തിൽ നിന്ന് വിമുക്തരാകുന്നില്ല. അന്വേഷണം പുരോഗമിക്കുന്നു. എന്തായാലും കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നത് പോലെ എന്താണ് ശബരിമലയിൽ സംഭവിച്ചതെന്നറിയാൻ ഞാനും വസന്തും അടക്കം എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.